നമുക്ക് ആർ അനന്തകൃഷ്ണനിലേക്ക് കൂടി പോകാനുണ്ട്. KPCC ഓഫീസിലുണ്ട്. അനന്തൻ, ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രിമാരുടെ കാര്യമാണ്. ആരൊക്കെ ആയിരിക്കും സതീശൻ ക്യാബിനറ്റിലെ കോൺഗ്രസ് മന്ത്രിമാർ? ഘടകകക്ഷികളുടെ തീരുമാനം അവർ ഇതിനോടകം തന്നെ ഏതാണ്ട് ഫൈനലൈസ് ചെയ്ത് കാണും. സത്യപ്രതിജ്ഞയിൽ ആരൊക്കെയാവും സത്യപ്രതിജ്ഞ ചെയ്യുക? ഫുൾ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏൽക്കുകയാണോ ചെയ്യുക? ഇതൊക്കെ നമുക്ക് എപ്പോൾ അറിയാൻ കഴിയും? അഭിലാഷ്, ഇനിയിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കീറാമുട്ടി അല്ലെങ്കിൽ തർക്ക വിഷയമൊക്കെ ആയി ഭവിക്കാൻ സാധ്യതയുള്ളത് മന്ത്രിസഭാ രൂപീകരണമാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് തന്നെ നമ്മൾ കണ്ടതാണ്. 11 ദിവസം എടുത്തു മുഖ്യമന്ത്രിയുടെ ഒരു പേരിലേക്ക് എത്തിച്ചേരാൻ ഹൈക്കമാൻഡിന്. അതിനുശേഷം ഇനിയിപ്പോൾ ഈ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അനൗദ്യോഗികമായ ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നിപ്പോൾ ഈ VD സതീശൻ KPCC ആസ്ഥാനത്തെത്തിയപ്പോൾ KPCC പ്രസിഡന്റുമായി അല്പസമയം മാത്രമാണ് സംസാരിച്ചത്. അത് അനൗദ്യോഗികമായ കാര്യങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ഫുൾ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനം ആയിട്ടില്ല. ഘടകകക്ഷി മന്ത്രിമാർ ഏകദേശം ധാരണയായിട്ടുണ്ട്. ഇനി കോൺഗ്രസിൽ നമുക്കറിയാം മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരാണ് വേണ്ടുന്നത്. അപ്പോൾ ഏതാണ്ട് 11 പേരോളം ഘടകകക്ഷി മന്ത്രിമാർ 10 പേരോളം ഘടകകക്ഷി മന്ത്രിമാരായിട്ട് മാറുകയും ചെയ്യും. ബാക്കിയുള്ള കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മന്ത്രിമാരെ കണ്ടെത്തുക എന്നുള്ളത് അത് ഇപ്പോൾ തന്നെ നമുക്കറിയാം. രമേശ് ചെന്നിത്തല ഇപ്പോൾ തന്നെ പിണങ്ങി നിൽക്കുകയാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹം ക്യാബിനറ്റിലോട്ട് വരുമോ, VD സതീശൻ മന്ത്രിസഭയിൽ അംഗമാകുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടതിന് സമാനമായ ചില ചർച്ചകളും നീക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം മന്ത്രിയാകാൻ വേണ്ടി ക്ഷണിച്ചു. അദ്ദേഹം വന്ന വഴിയിൽ അത് മുടങ്ങി. അതിനുശേഷം പിന്നീട് നേതാക്കൾ തമ്മിലുള്ള ചർച്ചകൾ, ഒടുവിൽ NSS നേതൃത്വമൊക്കെ ഇടപെട്ടിട്ടാണ് ഒരു ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ അത്തരം ചില നീക്കുപോക്കുകൾ, ചർച്ചകൾ, വാശികളൊക്കെ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. പിന്നീട് പുതിയ മന്ത്രിമാർ, പുതിയ തലമുറയിൽ നിന്നുള്ള മന്ത്രിമാർ, വനിതാ മന്ത്രിമാർ എത്ര? ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ബിന്ദു കൃഷ്ണ മന്ത്രിയാകും എന്നുള്ള പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ട്. കാരണം അത് സമുദായ സമവാക്യം, ഒപ്പം തന്നെ വനിത എന്നുള്ള പരിഗണന, അതിനൊപ്പം തന്നെ വിവിധ സമുദായ സാധ്യതകൾ പരിശോധിക്കണം, അതിൻ്റെ സന്തുലിതാവസ്ഥ പരിശോധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ കുറേ ദിവസങ്ങളായി ആരൊക്കെയാണ് മന്ത്രിമാരാകാൻ സാധ്യത എന്നുള്ള കാര്യം വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇനിയിപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് ഉണ്ടാകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ അതിന് നേരെ വിരുദ്ധമായിട്ടായിരിക്കും ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ഇനി മന്ത്രിമാരുടെ കാര്യത്തിൽ KC വേണുഗോപാലിനൊരു അപ്പർ ഹാൻഡ് ഉണ്ടാകുമോ? അദ്ദേഹം നിർദ്ദേശിക്കുന്നവരെയൊക്കെ മന്ത്രിമാരാകേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ രമേശ് ചെന്നിത്തല മാറി നിന്നാൽ അദ്ദേഹത്തിന് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? അദ്ദേഹത്തെ പിന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ സ്പീക്കറായിട്ടൊക്കെയാണ്. അപ്പോൾ ആ രീതിയിലാകുമോ, അതോ രമേശ് ചെന്നിത്തല പിണങ്ങി മാറി നിൽക്കുമോ മന്ത്രിസഭയിൽ ചേരാതെ? സ്പീക്കറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേച്ചർ വെച്ച് അദ്ദേഹം ഇനി നിയമസഭാ സ്പീക്കർ ആകേണ്ട ആൾ അല്ല. വലിയ സീനിയോറിറ്റിയാണ്. മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒന്നിലധികം തവണ പരിഗണിക്കപ്പെട്ട നേതാവാണ്. സ്വാഭാവികമായും രമേശ് ചെന്നിത്തല സെറ്റിൽ ചെയ്യുക എന്നത് അത് കോൺഗ്രസ്സുകാരുടെ ആകെ വികാരമായിരിക്കും. ഇപ്പോൾ VD സതീശന് അനുകൂലമായി, അത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് VD സതീശന് അനുകൂലമായി, VD സതീശന് വേണ്ടിയുള്ള വോട്ടുകൂടി ഉണ്ട് ഈ പെട്ടിയിൽ. അതുകൊണ്ടാണ് UDF വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നത് എന്നൊരു വികാരം പാർട്ടി പ്രവർത്തകരിൽ മാത്രമല്ല പുറത്തുമുണ്ടായി. പക്ഷേ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തുമ്പോൾ, അല്ലെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഫീൽ ഉണ്ടായാൽ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ വികാരമുണ്ടാകും. അതിൻ്റെ കാരണം രമേശ് ചെന്നിത്തല സീനിയോറിറ്റിയാണ്, പ്രവർത്തന മികവാണ്, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണ് സ്വാഭാവികം. അപ്പോൾ രമേശ് ചെന്നിത്തല എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? മന്ത്രിസഭയിലാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് വരണ്ടേ? തീർച്ചയായിട്ടും. അവിടെ എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ളത് പാർട്ടി മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധി വിളിച്ച് സംസാരിച്ചാൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഈ പിടിവാശിയും ഒരുപക്ഷെ മാറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പദവിയിൽ ഇപ്പോൾ അദ്ദേഹം മുൻപ് കൈകാര്യം ചെയ്ത പദവി നോക്കുകയാണെങ്കിൽ അത് ആഭ്യന്തര വകുപ്പാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും ആഭ്യന്തര വകുപ്പ്. അതോ ഇങ്ങനെ ഒരു രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് അത്തരമൊരു ചർച്ച നടക്കുമോ? അതല്ല മറ്റെന്തെങ്കിലും ഇക്വേഷനാണോ? ഇപ്പോൾ ക്യാബിനറ്റിന് പുറത്ത് ക്യാബിനറ്റ് റാങ്കിൽ മറ്റൊരു പദവിയാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തമായൊരു സൂചനയില്ല. അങ്ങനെ ഒരു ചർച്ച നടന്നതായി അറിയില്ല. പക്ഷേ നമ്മൾ സാഹചര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. പക്ഷേ രമേശ് ചെന്നിത്തല അനുനയിപ്പിക്കുക അത് വളരെ പ്രധാനമാണ്. പിന്നെ ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ക്യാബിനറ്റ് വരികയാണെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി +1 ആയി. അത് കഴിഞ്ഞ് എന്തായാലും KPCC അധ്യക്ഷൻ KPCC അധ്യക്ഷൻ വന്നാൽ 2 ആയി, K മുരളീധരൻ മുൻ അധ്യക്ഷൻ വന്നാൽ 3 ആയി. അപ്പോൾ ഉറപ്പിച്ച ആളുകളുണ്ട്. തിരുവഞ്ചൂർ വന്നാൽ 4 ആയി. അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ചെറിയ കൺഫ്യൂഷൻസ്. ഒരുപക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കർ ആവാനുള്ള സാധ്യതയാണ്. കാരണം പറഞ്ഞാൽ ഒന്ന് ഈ നായർ പങ്കാളിത്തം ഒരുപാട് കൂടുക എന്ന് പറഞ്ഞാൽ അത് ബാലൻസ് ചെയ്യേണ്ടി വരും എന്നൊരു സാഹചര്യം തീർച്ചയായിട്ടും കോൺഗ്രസ് നേരിടുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടു പോകേണ്ട സാഹചര്യം കോൺഗ്രസ് പോലൊരു പാർട്ടിക്കുണ്ട്. മറ്റ് ഒരുപക്ഷെ ഇടതു മുന്നണിയെ സംബന്ധിച്ച് അങ്ങനെ അത്തരത്തിലല്ല. അവരവരുടെ സംഘടനാ
റാങ്ക് ആൻഡ് ഫയലിൽ എങ്ങനെ എന്നുള്ളതാണ് നോക്കുക. പക്ഷേ കോൺഗ്രസ് കൃത്യമായി സാമുദായിക പ്രാതിനിധ്യം അതിന്റെ ബാലൻസ് കീപ്പ് ചെയ്യാറുണ്ട്. മാത്രമല്ല അടുത്ത ഈ വരാൻ പോകുന്ന കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ആരോപണം, പ്രതിസന്ധി എന്ന വാക്ക് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കില്ല, കാരണം അതൊരു പ്രതിസന്ധി ഒന്നുമല്ല. കോൺഗ്രസിന്റെ വോട്ട് ബേസ് അങ്ങനെ നിൽക്കാൻ ആ ആരോപണങ്ങളുടെ ബലം അത് നല്ലതായിരിക്കുമെന്ന് തൽക്കാലത്തേക്ക് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ ലീഗ് സ്പോൺസർ ചെയ്ത മുഖ്യമന്ത്രി, ലീഗ് സ്പോൺസർ ചെയ്യുന്ന ഇതായിരിക്കും ഒരു നരേഷൻ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിൽ ഈ സർക്കാർ രൂപീകരണ താല്പര്യമില്ലാത്ത ആളുകളുടെ ഭാഗത്തുനിന്നൊക്കെ വരിക. പക്ഷേ എപ്പോഴാണോ ന്യൂനപക്ഷ വോട്ട്, ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയൊക്കെ കോൺഗ്രസിൽ നിന്ന് അകന്നു പോയത്, അപ്പോൾ 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. വലിയ ട്രെൻഡാണ്. ലീഗിന്റെ അടക്കം നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഈ അറ്റാക്കൊക്കെ ഉണ്ടായാലും ഇപ്പോൾ ലീഗിന് സാധാരണ 5 മന്ത്രിമാരെ കിട്ടും. അത് ആ ഇക്വേഷൻ അനുസരിച്ച് 5 മന്ത്രിമാർ തന്നെ ഉണ്ടാവും. അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്. അവർ 2 മന്ത്രിമാരെയും ഒരു ചീഫ് വിപ്പിനെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കേരള കോൺഗ്രസ് ജോസഫിന് ഒരു മന്ത്രിയും ചീഫ് വിപ്പുമാണ് കിട്ടാൻ സാധ്യത. 2 പദവികൾ അവിടെ വരുന്നു. ഇപ്പോൾ മന്ത്രിസഭയിലാണെങ്കിൽ 1 കൂട്ടാം. ഇപ്പോൾ കേരള കോൺഗ്രസ് അനൂപ് ജേക്കബിന് മന്ത്രിസ്ഥാനം സ്വാഭാവികമായിട്ടും, CMPയിൽ നിന്ന് മന്ത്രിസ്ഥാനം ഉണ്ടാകും. ഷിബു ബേബി ജോൺ RSPയിൽ നിന്ന് സ്വാഭാവികമായി മന്ത്രി പദവിയിലേക്ക് വരും. ഇനി പാലാ അംഗത്തിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്ന കാര്യത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ മാണി സി കാപ്പൻ ഒരുപക്ഷെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ടേം വ്യവസ്ഥയിൽ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവിയിൽ വരാനുള്ള സാധ്യത സംഭവിക്കുമ്പോൾ കോൺഗ്രസിലെ ക്രിസ്ത്യൻ പ്രാതിനിധ്യം കുറയാൻ സാധ്യത. ആ പോയിന്റിലേക്കാണ് ന്യൂനപക്ഷ ക്രിസ്ത്യൻ ബാലൻസിങ് സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഇക്വേഷൻ അനുസരിച്ച് ലീഗ് പ്ലസ് കോൺഗ്രസ് 1 മുസ്ലിം എന്ന് കൂട്ടിയാൽ തന്നെ 6 ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പല വിഭാഗങ്ങളിൽ നിന്ന് മന്ത്രിമാർ വന്നാലും 10-11 പേർ എത്തുകയാണ്. അതായത് അതിനുശേഷം വേണം ബാക്കി വിഭാഗങ്ങൾക്കൊക്കെ മന്ത്രിമാരെ വേദിക്കാൻ. അതിലും പ്രധാനപ്പെട്ട നേതാക്കളെ ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും, അത് വേഗത്തിൽ കഴിയുമോ എന്നൊരു വലിയ ചോദ്യം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കോൺഗ്രസിന് ആ കാര്യത്തിൽ ഒരുപാട് ആലോചനകൾ നടത്തേണ്ടി വരും. ഒരുപാട് 63+3 എന്ന വലിയ നിയമസഭാ കക്ഷിയുണ്ട് കോൺഗ്രസിന് വേണ്ടി. മൂന്നും പ്രധാനമാണ്. ഇപ്പോൾ അമ്പലപ്പുഴയിൽ അവരാരും പക്ഷെ മന്ത്രിയാവാൻ സാധ്യതയില്ല. ഈ കാരണം ഈ വലിയ ഭൂരിപക്ഷത്തിൽ അത്തരം ഒരു സാഹചര്യമില്ല. എങ്കിൽ പോലും അവരെല്ലാം പരിഗണിച്ച് അവരെയൊക്കെ വിശ്വാസത്തിൽ വേണമല്ലോ മുന്നോട്ട് പോകാൻ. കുഞ്ഞികൃഷ്ണന്റെ ജയം കുറച്ച് കാണാൻ കോൺഗ്രസിന് കഴിയില്ലല്ലോ. ഇപ്പോൾ തളിപ്പറമ്പിലെ ജയം കുറച്ച് കാണാൻ കോൺഗ്രസിന് കഴിയില്ലല്ലോ. അമ്പലപ്പുഴയിലെ ജയം കുറച്ച് കാണാൻ. അപ്പോൾ വലിയ മന്ത്രിസഭാ രൂപീകരണം എന്നത് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ട ഒരു വലിയ കടമ്പയായി തന്നെ മുന്നിൽ നിൽക്കുന്നു. അതിനിടയിലാണ് രമേശ് ചെന്നിത്തലയെ എങ്ങനെ അനുനയിപ്പിക്കും എന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ വിശ്രമം അത് ജെനുവിനാണ്. അത് പാർട്ടിയുമായി നോക്കുമ്പോൾ പാർട്ടിയിൽ വലിയ ലോയലായി നിന്ന ഒരു നേതാവിന് ഉണ്ടായ സ്വാഭാവികമായ ആ വിഷമം അഡ്രസ് ചെയ്യും. അതെങ്ങനെ പരിഹരിക്കും? ഒപ്പം ഗ്രൂപ്പ് താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് മന്ത്രിസ്ഥാനം എങ്കിൽ ഇപ്പോൾ KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ക്ലെയിം മുന്നോട്ട് വെക്കുകയാണ്. അതുപോലെ രമേശ് ചെന്നിത്തലയുടെ കൂടെയുള്ള വിഭാഗം അവരുടെ ക്ലെയിം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ കാര്യങ്ങൾ പിന്നെയും തകിടം മറിയും.